2025-ൽ ചിലർക്കെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള വിഷയങ്ങൾ നടക്കാതെ പോയിട്ടുണ്ടാവും അല്ലേ? അതിനാൽ മനസ്സ് തകർന്നു പോയിട്ടുണ്ടാവും. ഉദാഹരണത്തിന് പറഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിച്ച ജോലി കിട്ടാതെ പോയിട്ടുണ്ടാവും. അധികമായി സ്നേഹിച്ച ഒരാൾ നിങ്ങളുടെ സ്നേഹത്തെ അവഗണിച്ചിട്ടുണ്ടാവും. നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു എമൗണ്ട് തക്ക സമയത്ത് കിട്ടാതെ പോയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ മനസ്സ് പരാജയ ഭീതിയിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലേ? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതേപോലെയുള്ള വിഷയങ്ങൾ ഒരു തോൽവിയായി കാണില്ല. അത് ഒരു റീഡയറക്ഷനായിട്ടാണ് കാണുന്നതും. ഇതേപോലെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ 2025-ൽ നടന്നിരുന്നാൽ ഈ പ്രപഞ്ചനാഥൻ എന്താണ് പറയുന്നത്? 2026-ൽ നിങ്ങൾക്ക് ഞാൻ ബെറ്ററായ ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട്. ഉയർന്ന ഒരു പ്ലാനിങ് 2026-ൽ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് എന്ന് പ്രപഞ്ചം പറയുകയാണ്. 2026-ൽ ഈശ്വരൻ്റെ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ശരണാഗതിയാകാനുള്ള മനസ്സോടെ നിങ്ങൾ ജീവിക്കണം. നിറയെ പേര് ഈ ശരണാഗതി എന്ന് പറയുമ്പോൾ എന്താണ് വിചാരിക്കുന്നതെന്ന് പറയട്ടെ. ഒരു പ്രവൃത്തിയുമില്ലാതെ ഉദാസീനമായി ഒരു എഫേർട്ടുമില്ലാതെ ജീവിക്കുന്നതാണ് അല്ലെങ്കിൽ ഇരിക്കുന്നതാണ് ഈ ശരണാഗതി എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല ശരണാഗതി. ശരണാഗതി എന്ന് പറഞ്ഞാൽ കടമകളെ ശ്രദ്ധയോടെയും ഉത്സാഹത്തോടെയും ബെറ്ററായും വിശ്വാസത്തോടെയും ചെയ്യുന്നതാണ്. ജീവിതത്തിൽ വരുന്ന എന്തിനേയും പൂർണ്ണ മനസ്സോടെ പരിപൂർണമായി ഏറ്റെടുക്കുന്നതാണ് ശരണാഗതി. അത് നന്മയാകാം, തിന്മയാകാം, ദുഃഖമാകാം, സുഖമാകാം, എന്താണെങ്കിലും ശരി, ഇത് ഈ നിമിഷത്തിൽ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അനുഭവിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കി അതിനെ അംഗീകരിക്കാൻ തയ്യാറാകുമ്പോൾ ദുഃഖമായ ഒരു വിഷയത്തിൻ്റെ എഫക്റ്റ് കുറയും. സന്തോഷമാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ച് അധികമായിട്ട് തന്നെ സന്തോഷം തരുന്ന പല വിഷയങ്ങൾ, പല സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഇപ്പോൾ വരുന്നതിനെ ഞാൻ സ്വീകരിക്കുകയാണ്, ബാക്കി പ്രപഞ്ചം നോക്കിക്കോളും, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം നോക്കിക്കോളും. പ്രപഞ്ചനാഥൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇരിക്കും. ഒരു കൃഷിക്കാരനെ ഉദാഹരണമായിട്ട് നോക്കിയാൽ, അവർ മണ്ണിൽ വിത്തിടുന്നു, വെള്ളമൊഴിക്കുന്നു, കളയെടുക്കുന്നു. അതല്ലാതെ മഴ വരുമോ വരില്ലേ എന്നൊന്നും അയാൾ ചിന്തിക്കുന്നില്ല. മറ്റുള്ള കാര്യങ്ങളെയെല്ലാം ഈശ്വരന്, ഈ പ്രപഞ്ചത്തിന് ഏൽപ്പിച്ചുകൊണ്ട് അവരുടെ കർത്തവ്യത്തെ മുഴുവൻ ശ്രദ്ധയോടെ വിശ്വാസത്തോടെ ചെയ്യുകയാണ് കർഷകൻ ചെയ്യുന്നത്. ആ കൃഷിക്കാരൻ റിസൾട്ടിനെ പറ്റി ചിന്തിക്കുന്നേയില്ല. അങ്ങനെയൊരു മാനസിക നിലയോടെ നിങ്ങളും ദൈനംദിന ജീവിതം ജീവിക്കണം. എനിക്ക് ഏതാണോ നല്ലത് അത് നീ തീരുമാനിക്കേ. എൻ്റെ പങ്ക് ഞാൻ ചെയ്യുന്നു, ബാക്കി നീയെ നോക്കിക്കോളൂ എന്നുള്ള ആ ഒരു രീതിയിൽ ഇരുന്നു കഴിഞ്ഞാൽ അതാണ് ശരണാഗതി. ശരണാഗതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈഗോ അലിഞ്ഞു പോകണം. ഞാൻ എന്ന ആ ഭാവത്തെ മാറ്റണം. ശരണാഗതി എന്ന് പറഞ്ഞാൽ ജീവിതത്തെ അങ്ങനെ സ്വീകരിക്കുക എന്നതാണ്. ജീവിതത്തിൽ ഒരെതിർപ്പും പ്രകടിപ്പിക്കരുത്. ശരണാഗതി അടഞ്ഞ ഒരാൾ ലോകത്തെ ജയിക്കണമെന്ന് വിചാരിക്കില്ല ഒരിക്കലും. ആരുടെ മുന്നിലും താൻ വലിയവനാണെന്ന് കാണിച്ചു കൊടുക്കാൻ നിൽക്കില്ല. തന്നെ ജയിച്ചു കാട്ടും. തന്നെ സ്നേഹിക്കാൻ പഠിക്കും. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്കറിയാതെ ചില കാര്യങ്ങളിൽ ശരണാഗതി മനനിലയോടെ ജീവിക്കണം. ആ ജീവിക്കുന്ന സാഹചര്യങ്ങൾ പലതുമുണ്ട്. ഒരുപക്ഷെ അത് മറന്നു പോകുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അറിയാതെ പോകുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു യാത്ര ചെയ്യുകയാണ്. ഈ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലാകാം, ട്രെയിനിലാകാം, ഫ്ലൈറ്റിലാകാം. ഇപ്പോൾ ബസ്സിൽ പോവുകയാണെങ്കിൽ രാത്രിയിൽ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിച്ചാൽ ഡ്രൈവർ ശരിയായി വണ്ടി ഓടിക്കുമോ എന്നോർത്ത് ഭയന്ന് കഴിഞ്ഞാൽ
അല്ലെങ്കിൽ ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ എന്താകുമെന്ന് ഭയപ്പെട്ടാൽ സമാധാനമായി ആ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. എന്നാലും എന്ത് വിശ്വാസത്തിലാണ് രാത്രിയിൽ ആ ബസ്സിൽ യാത്ര ചെയ്യുന്നത്? ഡ്രൈവർ തീർച്ചയായും നന്നായി വണ്ടി ഓടിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ എന്തു ചെയ്യും? കണ്ണുകളടച്ച് സമാധാനമായി ആ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഫ്ലൈറ്റിലും. പൈലറ്റ് മേലുള്ള ഒരു വിശ്വാസം, അവരുടെ കഴിവിനെ പറ്റിയുള്ള വിശ്വാസം കൊണ്ടാണ് ആ സാഹചര്യത്തിൽ ധൈര്യമായി യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാം ഒരു ശരണാഗതിയാണ്. ഒരു വ്യക്തിക്ക് ശാരീരികമായി ചില പ്രശ്നങ്ങളിരുന്നാൽ വൈദ്യൻ്റെ അടുത്തോ ഡോക്ടറുടെ അടുത്തോ പോകും. ഡോക്ടർ മരുന്നും ഗുളികയും കൊടുക്കും. ഇത് റെഗുലറായി കഴിക്കണം, ഗുണമാകുമെന്ന് പറയും. ഉടനെ ആ വ്യക്തി എന്താണ് ചെയ്യുന്നത്? വിശ്വാസത്തോടെ ഡോക്ടർ കൊടുക്കുന്ന മരുന്നും ഗുളികയും റെഗുലറായിട്ട് കഴിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തി എന്താണ് ചെയ്യുന്നത്? ശരണാഗതി മനസ്സോടെ ജീവിക്കുകയാണ്. ആ ശരണാഗതി മനസ്സാണ് ആ രോഗത്തിൽ നിന്നും ആ വ്യക്തിയെ വെളിയിൽ കൊണ്ടുവരുന്നത്. അതേസമയം ഈ ഡോക്ടർ തരുന്ന മരുന്ന് കഴിച്ചാൽ എനിക്ക് സുഖമാകുമോ, അല്ലെങ്കിൽ എൻ്റെ അസുഖം ആ അസുഖത്തെ പറ്റിയുള്ള സംശയബുദ്ധി, ഇതെല്ലാം ആ രോഗത്തെ കുറയ്ക്കില്ല. ഇതിനാണ് പറയുന്നത് ഇരുമനസ്സുള്ളവനെ ദൈവം പോലും കൈവിടുമെന്ന്. രണ്ട് മനസ്സാണ്, അതൊരിക്കലും ശരണാഗതി ആകുന്നില്ല. ഈ മനസ്സോടെ ജീവിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത്. ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഡോക്ടറിൻ്റെ കയ്യിൽ തന്നെ അവരെ തന്നെ മുഴുവനായും അർപ്പണിക്കുകയാണ്. ഡോക്ടർ തീർച്ചയായിട്ടും ഈ ഓപ്പറേഷൻ മൂലം തന്നെ ഗുണമാക്കും എന്നുള്ള വിശ്വാസം ആ വ്യക്തിക്കുണ്ട്. അങ്ങനെയുള്ള ആ വിശ്വാസമുള്ള വ്യക്തിക്ക് മാത്രമേ ആ ഓപ്പറേഷൻ സക്സസ് ആവുകയുള്ളൂ. ഇതേപോലെയുള്ള വിഷയങ്ങളിൽ നമുക്ക് നമ്മളെ അറിയാതെ ആ ശരണാഗതി മനനിലയോടെ ജീവിക്കുകയാണ് ആ സാഹചര്യങ്ങളിലെല്ലാം. ഇപ്പോൾ ശരണാഗതി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ മാറ്റങ്ങളിലും നമ്മൾ ശരണാഗതി മനസ്സോടെ ജീവിക്കണം. അതുപോലെ ഒരു തന്മയിൽ നമ്മൾ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ഈ പ്രപഞ്ചം നേരായ പാതയിൽ വഴി നടത്തിക്കൊണ്ടുപോകും. ഇനിയും പറഞ്ഞാൽ, ശരണാഗതി എന്നാൽ പരിശ്രമം ചെയ്യാതിരിക്കുന്നതല്ല, കടമകൾ ചെയ്യണം. ആ കടമകളെ പൂർണ്ണമായും പരിപൂർണമായും ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കണം. ഇതിനാൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. മനസ്സിൻ്റെ ആധിക്യത്തിൽ നിന്നും മാറി നമ്മളുടെ ഉള്ളിൽ വിശ്വാസത്തിൽ നമ്മളന്ന് ആ നിമിഷം ആ വിശ്വാസത്തോടെ ജീവിക്കാൻ തുടങ്ങും. ഓരോ നാളിലും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ശരണാഗതി പ്രാർത്ഥന നിങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുക. ആ പ്രാർത്ഥന എന്താണെന്ന് ഞാൻ പറയാം. ഇന്ന് ഞാൻ എന്നാൽ കഴിയുന്നത് ചെയ്തു, ബാക്കി ദൈവം, ഈ പ്രപഞ്ചം നോക്കിക്കോളും, നന്ദി എന്ന് ഉണർവോടെ പ്രാർത്ഥിച്ചിട്ട് കണ്ണുകൾ അടച്ച് ഉറങ്ങാൻ തുടങ്ങിക്കോ. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവരും കാലത്തിനും അതീതനുമായ നമ്മുടെ പ്രപഞ്ചനാഥനായ ശിവഭഗവാന്റെ അനുഗ്രഹം ഈ 2026 എല്ലാവരുടെയും ജീവിതത്തിൽ നിശബ്ദമായി ഒഴുകിയെത്തട്ടെ. വേദനകൾക്ക് ശമനമുണ്ടാകട്ടെ. കുഴപ്പങ്ങൾക്ക് മറുപടി ലഭിക്കട്ടെ. നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വീണ്ടും ഉണർന്നു നിൽക്കട്ടെ. ശിവഭഗവാന്റെ കരുണ, മഹാദേവൻ്റെ, ഈ പ്രപഞ്ചനാഥൻ്റെ കരുണ നിങ്ങളുടെ ചിന്തകളെ ശുദ്ധമാക്കട്ടെ. നിങ്ങളുടെ വഴികളെ നേരെയാക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തെ അർത്ഥവത്താക്കട്ടെ. ഭഗവാൻ കാക്കട്ടെ എല്ലാവരെയും. ഭഗവാൻ നയിക്കട്ടെ എല്ലാവരെയും. ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഈ 2026 നിങ്ങളിൽ ഓരോരുത്തർക്കും പൊതുജീവിതത്തിൻ്റെ തുടക്കമാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.